നദി. ഹരിപ്പോത്തൻ നിർമ്മിച്ച നദി എന്ന ചലച്ചിത്രം റിലീസായത് 1969 ഒക്ടോബർ 24-ന്. പി.ജെ. ആൻ്റണിയുടെ കഥയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് തോപ്പിൽ ഭാസി. വയലാറിൻ്റെ ഗാനങ്ങൾ, ദേവരാജൻ്റെ സംഗീതം. ഗാനങ്ങൾ ആലപിച്ചവർ യേശുദാസ്, പി. സുശീല, സി.ഒ. ആൻ്റോ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: നസീർ, ജോണി; മധു, സണ്ണി; ശാരദ, സ്റ്റെല്ല; അംബിക, ലീല; ബേബി സുമതി, ബേബി മോൾ; തിക്കുറിശി, മട്ടുമ്മൽ തോമാച്ചൻ; പി.ജെ. ആൻ്റണി, മുല്ലയ്ക്കൽ വർക്കി; അടൂർ ഭാസി, ലാസർ; ശങ്കരാടി, ഔസേപ്പ്; ആലമൂടൻ, പൈലി; നെല്ലിക്കോട് ഭാസ്കരൻ, ചാക്കോ; കവിയൂർ പൊന്നമ്മ, ത്രേസ്യ; അടൂർ ഭവാനി, കുഞ്ഞേലി; ടി. ആർ. ഓമന, മറിയ; ജെസി, റോസമ്മ; പറവൂർ ഭരതൻ, അയൽക്കാരൻ; ചാച്ചപ്പൻ, കത്തനാർ; എ. ശങ്കരമേനോൻ, റപ്പേൽ; ടി. കെ. ചെല്ലപ്പൻ, പരീത്. കൂടാതെ കെടാമംഗലം അലി, കൊച്ചിൻ സേവ്യർ, ബെന്നി, രാമകൃഷ്ണൻ, സൈന ബീബി എന്നിവരും വേഷമിട്ടു. സംവിധാനം എ. വിൻസെൻ്റ്. ബേബി സുമതിക്ക് 1969 മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രം നേടിക്കൊടുത്തു. ഈ ചിത്രത്തിലെ പുഴകൾ, മലകൾ, തപ്പുകൊട്ടാമ്പുറം, കായാമ്പൂ, കണ്ണിൽ വിടരും, പഞ്ചതന്ത്രം കഥയിലെ 1000 പാദസരങ്ങൾ കിലുങ്ങി, നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്നീ ഗാനങ്ങളെല്ലാം തന്നെ ഹിറ്റ്. ആലുവായിൽ എത്തുന്ന 3 കുടുംബങ്ങളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. മട്ടുമ്മൽ തോമനും ഭാര്യ ത്രേസ്യയും മകൻ ജോണിയും വള്ളക്കാരൻ പൈലിയും അമ്മയും വള്ളത്തിൽ വന്നു ചേർന്നു. ഇതാണ് ഒരു കുടുംബം. മറ്റൊരു കുടുംബം മുല്ലയ്ക്കൽ വർക്കി, ഭാര്യ മറിയ, വിധവയായ മൂത്ത മകൾ ലീല, മകൻ സണ്ണി, ഇളയ മകൾ സ്റ്റെല്ല, കൊച്ചുമകൾ ബേബി, വീട്ടുജോലിക്കാരൻ ലാസർ എന്നിവർ അടങ്ങുന്നതാണ്. മൂന്നാമത്തെ കുടുംബത്തിൽ ചിട്ടിക്കാരൻ ഔസേപ്പ്, ഭാര്യ കുഞ്ഞേലി, മകൻ ചാക്കോ എന്നിവരാണ് ഉള്ളത്. ഇവരെല്ലാം താമസിക്കുന്നത് കരയിലല്ല, വീടുകളിലല്ല, കെട്ടുവള്ളങ്ങളിലാണ്. വർക്കിയുടെ വിധവയായ മൂത്ത മകൾ ലീലയുടെ കുട്ടി ബേബി ജോണിയുടെ കൂട്ടുകാരിയാകുന്നു. ജോണിയും ബേബി മോളും എപ്പോഴും ഒന്നിച്ച് കളിയും ചിരിയുമൊക്കെയായി കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ബേബി മോൾ കൊണ്ടുവന്ന ജോണിയുടെ ഫോട്ടോ സ്റ്റെല്ലയുടെ പുസ്തകത്തിലായി. അത് കണ്ട് വർക്കി കോപത്താൽ ജ്വലിച്ചു. സണ്ണി സ്റ്റെല്ലയുടെ കരണത്തടിച്ചു. താൻ കാരണം സ്റ്റെല്ല വേദന സഹിക്കേണ്ടി വന്നതിൽ അവളോട് ജോണി മാപ്പിരന്നു. ഈ രംഗം കണ്ട സണ്ണി ജോണിയുമായി ഏറ്റുമുട്ടി. സ്റ്റെല്ലയുടെയും ജോണിയുടെയും മനസ്സിൽ പ്രേമം മുളപൊട്ടി. അവരുടെ മനസ്സുകൾ അടുത്തു എന്നു മാത്രമല്ല, വീണ്ടും അവർ കണ്ടുമുട്ടാനും തുടങ്ങി. സ്റ്റെല്ലയും ജോണിയും പ്രേമിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ ചിട്ടിക്കാരൻ തൻ്റെ മകനും സ്റ്റെല്ലയുമായി നേരത്തെ നിശ്ചയിച്ചിരുന്ന വിവാഹം വേണ്ടെന്നു വച്ചു. പ്രയാസത്തിലായ വർക്കി അമിതമായ മദ്യപാനം തുടങ്ങി. അമിത മദ്യപാനത്താൽ ഒരു നാൾ ഭ്രാന്തിളകി മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി. തക്ക സമയത്ത് ഡോക്ടറെത്തി, രക്ഷപ്പെടുത്തി. ഇനി കുടിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകി. അവർ സുഖവാസം അവസാനിപ്പിച്ച് യാത്രയ്ക്ക് ഒരുങ്ങി. അതിനിടെ ജോണിയുടെ കൊച്ചു കൂട്ടുകാരിയായ ബേബി മോളെ കാണാതായി. അവരുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാണ് ബേബി. അവരെല്ലാവരും കൂടി കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ലഭിച്ചത് അവളുടെ മൃതദേഹമായിരുന്നു. ആ നിർജീവ ശരീരത്തിലെ വർക്കിയുടെ വള്ളത്തിൽ കൊണ്ടുവന്നു വച്ചു. ശവം മടക്കുന്ന ജോലികൾ വൈരം മറന്ന് വീട്ടുകാർ ഒന്നിച്ച് ചെയ്യാൻ തുടങ്ങി. എന്നു മാത്രമല്ല, തൊമ്മൻ്റെ കാപ്പി വർക്കി കുടിക്കുകയും ശവപ്പെട്ടി ജോണി വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് ഉണ്ടായത്. ബേബി മോളുടെ ശരീരവുമായി വിലാപയാത്ര പള്ളിയിലേക്ക് നീങ്ങിയപ്പോൾ ആ ശവപ്പെട്ടിയുടെ രണ്ടറ്റത്തും കൈകൊടുത്ത് നടന്നത് തമ്മിൽ ഏറ്റുമുട്ടിയ ജോണിയും സണ്ണിയുമായിരുന്നു. സങ്കടം മറക്കാൻ വീണ്ടും മദ്യപിച്ച വർക്കിക്ക് ഭ്രാന്തിളകി. മനോനില തെറ്റിയ അയാൾ ബേബിയെ കൊന്നത് ജോണിയാണെന്ന് ധരിച്ചു. അയാൾ തിരിച്ചുപോയി തോക്കുമായി വരുന്നു. ബേബി മോളുടെ ശവപ്പെട്ടി കുഴിയിലേക്ക് താഴ്ത്തുന്ന നേരം പാഞ്ഞെത്തിയ വർക്കി ജോണിയുടെ നേരെ നിറയൊഴിച്ചു. ജോണിയുടെ നേർക്കുവച്ച വെടി ഇടയിൽ ചാടി വീണ സണ്ണിയുടെ നെഞ്ചിൽ കൊണ്ടു.
മരണത്തിലേക്ക് യാത്രയാകും മുമ്പ് സണ്ണി സ്റ്റെല്ലയെ ജോണിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു.